ഹലോ ഫ്രണ്ട്സ്, സ്വിറ്റ്സർലൻഡ് 2026 ഏപ്രിൽ മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. അവതരണം ജോസ് വള്ളാടിയിൽ. ആദ്യം പ്രധാന വാർത്തകൾ. എല്ലാ പ്രേക്ഷകർക്കും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഈസ്റ്റർ ആശംസകൾ. വ്യക്തിഗത നികുതി നിയമം 2032 പ്രാബല്യത്തിലാകും. SVPയുടെ 10 മില്യൺ ഇനിഷ്യേറ്റീവ് വോട്ടിംഗ് ജൂൺ മാസം. ദീർഘായുസ്സിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി 100 പിന്നിട്ട സ്വിസ് ജനത. സ്വിറ്റ്സർലൻഡിലെ സംഘടനാ വാർത്തകൾ. വിശുദ്ധിയുടെയും പ്രത്യാശയുടെയും പ്രതീകമായ ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു. യുദ്ധവും കലാപവും നിലനിൽക്കുന്ന ലോകത്ത് പ്രത്യാശയുടെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത്. തകർച്ചകൾക്കപ്പുറം ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് ഈസ്റ്റർ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഉയർപ്പിന് ശേഷം യേശു ശിഷ്യർക്ക് നൽകിയ ആദ്യ സന്ദേശം നിങ്ങൾക്ക് സമാധാനം എന്നായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ മലയാളി കത്തോലിക്ക സമൂഹം ബാസൽ, സ്യൂറിക്, ലീസ്റ്റാൾ, ഓൾട്ടൻ, ആറാവ് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ ദേവാലയങ്ങളിൽ വലിയ വാരത്തിരക്രമങ്ങൾ നടത്തി. ഓശാന ഞായർ, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഞായർ എന്നീ ദിവസങ്ങളിൽ ചടങ്ങുകളിൽ ധാരാളം പേർ പങ്കെടുത്തു. ബാസൽ സീറോ മലബാർ കമ്മ്യൂണിറ്റി, സെൻറ്റ് ആൻറ്റോൺ, പീറ്റർ ആൻഡ് പോൾ ദേവാലയങ്ങളിൽ നടത്തിയ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസ് പരിയത്തറ, ഫാദർ ബിൻഡോ കോയിക്കര എന്നിവർ കാർമ്മികരായി. സൂറിച്ച് എക് കമ്മ്യൂണിറ്റികൾ നടത്തിയ വലിയ വാര തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ തോമസ് പ്ലാപ്പിള്ളിയും ഫാദർ സെബാസ്റ്റ്യൻ തയ്യലും കാർമ്മികത്വം വഹിച്ചു. FDP വനിതാ വിഭാഗം നേതൃത്വം നൽകിയ വ്യക്തിഗത നികുതി ഇനീഷ്യേറ്റീവ് 55.6% എന്ന ഭൂരിപക്ഷത്തിൽ മാർച്ച് 8 ജനം പാസാക്കി. നിയമം പ്രാബല്യത്തിലാവുമ്പോൾ വിവാഹിതരും അവിവാഹിതരും നൽകുന്ന കേന്ദ്ര സർക്കാർ നികുതി ഒരേ താരിഫിലായിരിക്കും. നിലവിൽ വിവാഹിതർ തങ്ങളുടെ വരുമാനം ഒരുമിച്ച് ചേർത്ത് നൽകി വരുന്ന അധിക നികുതി ഒഴിവാകും. നികുതി വരുമാനത്തിൽ 630 മില്യൺ ഫ്രാങ്കിൻ്റെ കുറവുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു. കന്റോണുകൾ നിശ്ചയിക്കുന്ന താരിഫ് എപ്രകാരമായിരിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. നിയമം പ്രാബല്യത്തിലാകുന്ന വർഷം മുതൽ ഭാര്യയും ഭർത്താവും വെവ്വേറെ ടാക്സ് റിട്ടേൺ നൽകേണ്ടി വരും. 2032 മാത്രമായിരിക്കും ഈ നികുതി നിയമം പ്രാബല്യത്തിലാവുക എന്നാണ് ഇപ്പോഴത്തെ അറിയിപ്പ്. ഇതേ വിഷയത്തിൽ മറ്റൊരു ഇനിഷ്യേറ്റീവ് മിറ്റേ പാർട്ടി 2025 ചാൻസലറിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അവർ അത് പിൻവലിക്കില്ല എന്നും മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മിറ്റേ ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത് വിവാഹിതർ അധിക നികുതി നൽകുന്ന വ്യവസ്ഥ ഒഴിവാക്കുന്നതിനായി താരിഫിൽ മാറ്റം വരുത്തിയാൽ മതി എന്നാണ്. ഭാര്യയും ഭർത്താവും വ്യത്യസ്ത ടാക്സ് റിട്ടേണുകൾ സമർപ്പിക്കേണ്ടതില്ല. നിലവിൽ പാസ്സായ ഇനിഷ്യേറ്റീവ് പ്രാബല്യത്തിലാകുമ്പോൾ 1.3 മില്യൺ ടാക്സ് റിട്ടേൺസ് അധികമായി ഉണ്ടാവുകയും നികുതി ഓഫീസുകളിൽ ജോലിഭാരം കൂടുകയും ചെയ്യും. മിറ്റേ നൽകിയ ഇനിഷ്യേറ്റീവ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് കമ്മീഷൻ്റെ പരിഗണനയിലാണിപ്പോൾ. അവർ തയ്യാറാക്കുന്ന നിർദ്ദേശങ്ങളോടെ വൈകാതെ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരും. പാർലമെൻറ്റ് തീരുമാനമെടുത്താൽ 10 മാസങ്ങൾക്കുള്ളിൽ ജനങ്ങളുടെ ഹിതപരിശോധനയ്ക്കായി വിഷയം വരണം. മിറ്റേ പാർട്ടി പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടത് തങ്ങളുടെ ഇനിഷ്യേറ്റീവ് ആധുനികവും നീതിയുക്തവും ലളിതവുമാണെന്നാണ്. ഇത് ജനം പാസാക്കിയാൽ 2 ഇനിഷ്യേറ്റീവുകളും നടപ്പാക്കുന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കാറിൻ കെല്ലർ സൂട്ടർ പറയുന്നു. ജൂൺ 14 സ്വിസ് ജനത തീരുമാനമെടുക്കേണ്ടതും എന്നാൽ നിരവധി രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് കാരണമാകാവുന്നതുമായ വിഷയമാണ് 10 മില്യൺ ഇനിഷ്യേറ്റീവ്. SVP എന്ന വലതുപക്ഷ പാർട്ടിയാണ് ഇനിഷ്യേറ്റീവ് നേതൃത്വം നൽകുന്നത്. രാജ്യത്തെ ജനസംഖ്യ 2050 10 മില്യണിൽ കൂടരുതെന്നാണ് ഇനിഷ്യേറ്റീവ് വഴി SVP ആവശ്യപ്പെടുന്നത്. 9.5 മില്യൺ എന്ന നമ്പറിലേക്ക് ജനസംഖ്യ എത്തുമ്പോൾ സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കണം. നിലവിൽ ജനസംഖ്യാ വർധനവിന് കാരണമാകുന്നത് ഇതര യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ തൊഴിൽ തേടിയെത്തുന്നതും അഭയാർത്ഥികളുടെ വരവുമാണ്. ആവശ്യമെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിൽ നിന്നും പിന്മാറണമെന്നും SVP ആവശ്യപ്പെടുന്നു. യൂറോപ്യൻ യൂണിയനിലെ പൗരന്മാർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും തൊഴിൽ തേടാനും താമസിക്കുന്നതിനും
അനുവാദമുണ്ടെന്ന കരാർ വ്യവസ്ഥയാണ് ജനസംഖ്യാ വർധനവിന് കാരണമാകുന്നത്. ഈ വിഷയം വിശദമായി അടുത്ത ബുള്ളറ്റിനിൽ പരാമർശിക്കുന്നതാണ്. SVP എന്ന വലതുപക്ഷ പാർട്ടി സ്വിറ്റ്സർലൻഡിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോൺ തെരഞ്ഞെടുപ്പുകളിൽ അത് വ്യക്തമാണ്. അടുത്ത വർഷം ഒക്ടോബറിൽ നടക്കേണ്ട പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു നേട്ടം പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂറോപ്പിൽ ആകമാനം വലതുപക്ഷ പാർട്ടികൾക്ക് പിന്തുണ വർദ്ധിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. വിദേശികൾക്കെതിരെ എന്ന മനോഭാവം വലതുപക്ഷ പാർട്ടികൾക്ക് കൂടുതലായിട്ടുണ്ട്. 2011 മുതൽ 2023 വരെ സ്വിറ്റ്സർലൻഡിൽ 2.4 മില്യൺ വിദേശികൾ എത്തിയിട്ടുണ്ട്. രാജ്യത്തെ ജനസംഖ്യ 9 മില്യൺ ആയി വർദ്ധിച്ചു. ഈ സ്ഥിതി തുടർന്നാൽ 2040 10 മില്യൺ ആകും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് SVPയുടെ 10 മില്യൺ ഇനിഷ്യേറ്റീവ് ചർച്ചയാകുന്നത്. 2023 വരെയുള്ള 13 വർഷം 2 ലക്ഷം പേർ അഭയാർത്ഥികളായി രാജ്യത്തെത്തിയിട്ടുണ്ട്. അഭയാർത്ഥികൾക്ക് N പെർമിറ്റ് ആണ് നൽകുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ സംരക്ഷണം നൽകുന്ന വിഭാഗത്തിന് S പെർമിറ്റ് നൽകുന്നു. ഉക്രൈനിൽ നിന്നും എത്തിയവർക്ക് S പെർമിറ്റാണ് നൽകിയത്. അഭയാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടവരെ തിരിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ F പെർമിറ്റ് നൽകി വീണ്ടും രാജ്യത്ത് താമസിപ്പിക്കുന്നു. കഴിഞ്ഞ 13 വർഷം അഭയാർത്ഥികളല്ലാതെ രാജ്യത്തെത്തിയവരിൽ 87% യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. യൂണിയനുമായുള്ള കരാർ വ്യവസ്ഥ പ്രകാരം അംഗരാജ്യങ്ങളിലെ പൗരന്മാർക്ക് തൊഴിലിനായി സ്വിറ്റ്സർലൻഡിൽ വരാനും താമസിക്കുവാനും അനുവാദമുണ്ട്. ഇപ്രകാരം തുടരുന്ന ജനസംഖ്യാ വർധനവ് രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കും സമൃദ്ധിക്കും പരിസ്ഥിതിക്കും ദോഷമാണെന്നാണ് SVP 10 മില്യൺ ഇനിഷ്യേറ്റീവിലൂടെ ജനങ്ങളോട് പറയുന്നത്. 13ാം മാസ അഹഫോ പെൻഷൻ ഈ ഡിസംബറിൽ ആദ്യമായി രാജ്യത്ത് നൽകി തുടങ്ങും. ഈ ആവശ്യത്തിലേക്ക് 5 ബില്യൺ വരെ അധിക ചെലവ് അഹഫോ ഫണ്ടിൽ ഉണ്ടാകും. ഈ പണം കണ്ടെത്തുന്നതിനുള്ള ചർച്ചകൾ നടന്നെങ്കിലും പാർലമെൻറ്റിൽ തീരുമാനമായില്ല. പാർലമെൻറ്റ് ഇരുസഭകളിലും വ്യത്യസ്ത നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നാഷണൽ കൗൺസിൽ കഴിഞ്ഞ വിന്റർ സമ്മേളനത്തിൽ തീരുമാനിച്ചത് വാല്യൂ ആഡഡ് ടാക്സ് എന്ന മേർവെറ്റ്സ്റ്റെയർ 2030 ഡിസംബർ വരെ 0.7% വർദ്ധിപ്പിക്കണമെന്നാണ്. 2030 അഹഫോ റിവിഷൻ നടത്തുവാൻ തീരുമാനമുള്ളതുകൊണ്ട് പൂർണ്ണമായ പരിഹാരം അതോടൊപ്പം കണ്ടെത്താമെന്നാണ്. കഴിഞ്ഞ മാസം നടന്ന സമ്മേളനത്തിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഈ നിർദ്ദേശത്തോട് യോജിച്ചില്ല. അവരുടെ തീരുമാനം വാല്യൂ ആഡഡ് ടാക്സ് 0.4% മാത്രം വർദ്ധിപ്പിക്കുക, കൂടാതെ ജോലി ചെയ്യുന്നവർ അഹഫോ ഫണ്ടിലേക്ക് അടയ്ക്കുന്ന വിഹിതം 0.3% കൂടി വർദ്ധിപ്പിക്കുക എന്നതാണ്. 2028 മുതൽ ഈ നിയമം നടപ്പിലാക്കണമെന്നും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് നിർദ്ദേശിക്കുന്നു. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഒരേ തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നികുതി മാത്രം വർദ്ധിപ്പിച്ചാൽ 13ാം മാസ പെൻഷൻ്റെ ഭാരം രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കുമായി വീതിക്കപ്പെടും. എന്നാൽ അഹഫോ മാസവിഹിതം 0.3% വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാരം പെൻഷൻകാരെ ബാധിക്കില്ല. അതോടൊപ്പം കൂടിയ വരുമാനക്കാർ കൂടുതൽ പണം അടയ്ക്കേണ്ടി വരും. കുറഞ്ഞ വരുമാനക്കാർക്ക് ലാഭകരവുമാകും. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ നിർദ്ദേശം സമ്മർ സമ്മേളനത്തിൽ നാഷണൽ കൗൺസിൽ ചർച്ച ചെയ്യുന്നതാണ്. യോജിപ്പിലെത്തിയാൽ 2028 മുതൽ നിയമം പ്രാബല്യത്തിലാക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധം പ്രതിസന്ധിയിലാക്കിയത് വിമാനയാത്രക്കാരെയാണ്. അനേകം പേർ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയി. സ്വിറ്റ്സർലൻഡിലേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്ന വളരെ പേർക്ക് ഈ അവസ്ഥയുണ്ടായി. കൃത്യസമയത്ത് ജോലിക്കെത്താൻ സാധിക്കാതെ വന്നവർ നിരവധിയാണ്. രാജ്യത്തെ തൊഴിൽ നിയമം ഈ അവസ്ഥയെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം. സൂറിച്ച് യൂണിവേഴ്സിറ്റിയിലെ തൊഴിൽ നിയമ പ്രൊഫസർ റോഷെ റുഡോൾഫ് പറയുന്നത് തൊഴിൽ ചെയ്യാതെ ശമ്പളത്തിന് അർഹത ഉണ്ടാകില്ല എന്നാണ്. തൻ്റേതല്ലാത്ത കാരണം കൊണ്ടാണ് തൊഴിലിന് വരാതിരിക്കുന്നത് എങ്കിലും തൊഴിൽ ദാതാവിന് തൊഴിൽ ചെയ്യാത്ത ആൾക്ക് ശമ്പളം നൽകുവാൻ ബാധ്യതയില്ല. രോഗം മൂലം വരാതിരിക്കുന്നവർക്ക് നിയമസംരക്ഷണവും ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട്. എന്നാൽ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ബിസിനസ് യാത്ര ചെയ്യുമ്പോൾ ഇപ്രകാരം പ്രതിസന്ധി ഉണ്ടായാൽ ഉത്തരവാദിത്വം ആ സ്ഥാപനം ഏറ്റെടുക്കും. മറ്റുള്ളവർക്ക് സ്ഥാപനവുമായി സംസാരിച്ച് വരാതിരുന്ന ദിവസങ്ങൾ അവധി ദിവസങ്ങളായി മാറ്റുകയോ ഹോം ഓഫീസ് ചെയ്യുവാൻ പറ്റുന്നവരാണെങ്കിൽ അനുമതി വാങ്ങുകയോ ചെയ്യാവുന്നതാണ്. Hello everybody, my name is Girish Aryan Gatal. Our homes are going to be powered by solar in the near future. There are three main reasons for it. Number one, the government is supporting renewable energy. Number two, people are looking to support Go Green initiative. Number three, of course, the reduction in the electricity costs. Hello all, I am Gigi Palathanam.
buying a solar system is a long-term investment. We have launched SolarTech solution to serve you because we know each of you. We are easily accessible. We want to build a long-term relationship with you. Mijn naam is Antonio Colucci en ik arbeid voor de White Line SolarTech Solution. Hello, I'm Pedro. I'm working for White Line SolarTech Solution. We are committed to provide you best quality, Best service, best price. 1950 സ്വിറ്റ്സർലൻഡിൽ 100 വയസ്സിനു മേൽ പ്രായമുള്ള 12 മനുഷ്യർ ഉണ്ടായിരുന്നു. 2024 100 പിന്നിട്ടവരുടെ എണ്ണം 2198 ഉയർന്നു. ഇതിൽ 80% സ്ത്രീകളാണ്. കന്റോൺ ടെസീനിൽ 1,00,000 ആളുകളിൽ 48 പേർ 100 പിന്നിട്ടവരാണ്. ഇതേ കണക്കിൽ 45 പേർ നോയഷാറ്റിൽ വരുന്നു. ബാസൽ സിറ്റി 1,43,000 എന്ന കണക്കുമായി 3-ാം സ്ഥാനത്ത് വന്നപ്പോൾ സൂറിച്ച് 20, ബേൺ 25, ജനീവ 39 എന്നിങ്ങനെ പോകുന്നു. ഈ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വരുന്നത് 1,06,000 പേരുമായി അപ്പൻസൽ ഇന്നറോദനാണ്. പൊതുവെ അന്തരീക്ഷ മലിനീകരണം കൂടുതലുണ്ടെന്ന് പറയുന്ന ബാസൽ സിറ്റിയിലെ ജനങ്ങളുടെ ദീർഘായുസ് പലരെയും അത്ഭുതപ്പെടുത്തുന്നു. 100 കഴിഞ്ഞവർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അവർക്ക് പരാതിയില്ല. കൂടെ ഉണ്ടായിരുന്നവർ മരണപ്പെട്ടു, പ്രായവും 100 കഴിഞ്ഞു. ഇനി എന്താണ് കൂടുതൽ ആഗ്രഹിക്കേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. 100 കഴിഞ്ഞ ആളുകളിൽ നിന്നും 446 പേരെ കണ്ടെത്തി ലൗസാൻ യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തിയിരുന്നു. ഇവരിൽ നിന്ന് കണ്ടെത്തിയ ദീർഘായുസിൻ്റെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാം. ഇവർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ സന്തോഷവും സംതൃപ്തിയും സമാധാനവും അനുഭവിച്ചവരാണ്. ഇപ്പോൾ ഇവരുടെ ദുഃഖം സുഹൃത്തുക്കൾ ഇല്ല എന്നതാണ്. ധാരാളം കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മരണം കാണേണ്ടി വന്നതും അവർക്ക് ഇപ്പോൾ വേദനിപ്പിക്കുന്ന ഓർമ്മയാണ്. പഠനത്തിൽ വ്യക്തമായ മറ്റൊരു കാര്യം, നിലവിൽ 60 വയസ്സുള്ള ഒരാൾ അനുഭവിക്കുന്ന ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ 100 കഴിഞ്ഞവർക്കില്ല എന്നാണ്. രക്തസാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 60കാർക്കുള്ള അത്ര പ്രോട്ടീൻ്റെ അളവ് 100 കഴിഞ്ഞവർ രക്തത്തിലും കണ്ടെത്തി. ദീർഘായുസുള്ളവർ ആരും തന്നെ സ്പോർട്സുകാരോ ഫിറ്റ്നസ് സ്റ്റുഡിയോകളിൽ പോകുന്നവരോ ആയിരുന്നില്ല. എന്നാൽ സ്ഥിരമായി ഗാർഡനിൽ ജോലി ചെയ്തിരുന്നവരും സൈക്കിൾ യാത്ര ശീലിച്ചിട്ടുള്ളവരും ആയിരുന്നു. പ്രായമായതിനു ശേഷം ഒരു ദിവസത്തേക്കുള്ളത് മാത്രം കടയിൽ പോയി വാങ്ങുന്ന ശീലവും ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും കടയിൽ പോവുക എന്നത് വ്യായാമത്തിൻ്റെ ഭാഗമായി മാറി. പൊതുവായി കണ്ടെത്തിയ ദീർഘായുസിൻ്റെ രഹസ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ സന്തോഷമായി ജീവിക്കുക, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക, സംഭവിക്കുന്നതെല്ലാം പോസിറ്റീവായി കാണുക, എല്ലാം നന്ദിയോടെ സ്വീകരിക്കുക. മറ്റു ചിലർ വ്യക്തമാക്കിയത് രാത്രി ഭക്ഷണത്തിന് ശേഷം TV കാണുന്ന സമയം ഒരു പെഗ് വിസ്കി സ്ഥിരമായി കഴിക്കുന്നുണ്ടെന്നാണ്. ദിവസേന നടക്കാൻ പോകുന്ന ശീലം മുടക്കാറില്ല. ആകുലതകൾ ഇല്ലാതിരിക്കാൻ ദൈവവിശ്വാസത്തിൽ ഇവർ ആശ്രയവും കണ്ടെത്തിയിരുന്നു. ലൗസാൻ യൂണിവേഴ്സിറ്റി ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ദനിയേല ഡെബ് രത്നച്ചുരുക്കമായി ചില പോയിന്റുകൾ ദീർഘായുസിനായി വ്യക്തമാക്കുന്നു. മനപ്പൊരുത്തമുള്ള ലൈഫ് പാർട്ട്ണർ, ദിവസേന എന്തെങ്കിലും ജോലി ചെയ്യുക, പൂച്ച, പട്ടി തുടങ്ങിയ ഏതെങ്കിലും വളർത്തുമൃഗങ്ങൾ ഉണ്ടാവുക, ജോലി ചെയ്യുന്നതിനായി ഒരു ഗാർഡൻ ഉണ്ടായിരിക്കുക, എല്ലാം മിതമായി ഉപയോഗിക്കുക, സർവോപരി പാരമ്പര്യമായി കിട്ടുന്ന ജീനുകളും ഭാഗ്യവും. റിട്ടയർമെൻറ്റിന് ശേഷം ഈ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ ജനത യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ കഴിയുന്നു. ഭയം മൂലം പലർക്കും സന്തോഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പല രാജ്യങ്ങളിലും. 2026 ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ലോകത്തെ ഹാപ്പിയസ്റ്റ് കൺട്രി ഫിൻലാൻഡാണ്. 2ാം സ്ഥാനം ഐസ്ലാൻഡ്, 3ാം സ്ഥാനം ഡെൻമാർക്ക്, തുടർന്ന് കോസ്റ്റാറിക്ക, സ്വീഡൻ, നോർവേ, നെതർലാൻഡ്, ഇസ്രായേൽ, ലക്സംബർഗ്. 10ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കോസ്റ്റാറിക്ക ടോപ്പ് 5-ലെത്തിയത് ശ്രദ്ധേയമാണ്. 147 രാജ്യങ്ങളിൽ നടത്തിയ സർവേയിൽ ഇന്ത്യയുടെ സ്ഥാനം 116ആണ്. ലിസ്റ്റിൽ അവസാനം വരുന്നത് അഫ്ഗാനിസ്ഥാൻ. ആനുവൽ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ആണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക വിദഗ്ധരും ഗവേഷകരും ചേർന്നാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി നൽകുന്നത്. ഓരോ രാജ്യങ്ങളിലുമായി നടത്തുന്ന ഗ്യാലപ്പ് വേൾഡ് പോൾ വഴിയാണ് ഡാറ്റ സമാഹരിക്കുക. ആളോഹരി വരുമാനം, സാമൂഹ്യ സുരക്ഷ, ആയുർദൈർഘ്യവും ചികിത്സാ സൗകര്യങ്ങളും, ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, സമൂഹത്തിൻ്റെ മഹാമനസ്കത,
വ്യക്തി ജീവിതത്തിൽ അഴിമതി നേരിടാതിരിക്കുക തുടങ്ങിയ ഘടകങ്ങളാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മാനദണ്ഡമായി എടുത്തത്. തുടർച്ചയായി ഈ റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്ത് വരുന്നത് ഫിൻലാൻഡാണ്. കാലങ്ങൾ കൊണ്ട് ആ രാജ്യം പടുത്തുയർത്തിയ സാമൂഹ്യ രാഷ്ട്രീയ സുരക്ഷയും വ്യവസ്ഥിതിയും സുസ്ഥിതിയുമാണ് ഇതിന് കാരണം. ഫിന്നിഷ് ജനതയുടെ സന്തോഷത്തിൻ്റെ പ്രധാന കാരണങ്ങൾ പരിശോധിക്കാം. സാമൂഹ്യ വ്യവസ്ഥിതികളിലും ഭരണത്തിലും വലിയൊരു വിശ്വാസം ആ ജനതയ്ക്കുണ്ട്. ജനങ്ങൾക്കിടയിലും ആരോഗ്യകരമായ പരസ്പര വിശ്വാസം നിലനിൽക്കുന്നു. സുതാര്യമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ, ജനനന്മയ്ക്കായി നടത്തുന്ന ഗുഡ് ഗവേണൻസ്, ജനങ്ങൾക്ക് രാജ്യം നൽകുന്ന സുരക്ഷിതത്വം, ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിന് അവസരം, പൗരബോധമുള്ള ജനത എന്നിവയൊക്കെ ഫിൻലാൻഡിനെ ഹാപ്പിയസ്റ്റ് കൺട്രി ആകുവാൻ സഹായിച്ച കാരണങ്ങളാണ്. വേൾഡ് മലയാളി കൗൺസിൽ വനിതാ ഫോറം സൂറച്ചിൽ വെച്ച് വനിതാ ദിനാഘോഷം നടത്തി. പ്രസിഡന്റ് മിനി ബോസ് വിമൻസ് ഫോറം അംഗങ്ങളെ സ്വാഗതം ചെയ്തു. ഗ്രേസി ജോഷി വനിതാ ദിന സന്ദേശം നൽകി. സംഘടനയിലെ ദീർഘകാല പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി റോസമ്മ ഏഷ്ലിമാനെ യോഗം ആദരവ് നൽകി. കേരളപ്പിറവി ആഘോഷങ്ങൾക്ക് ഡാൻസ് കൊറിയോഗ്രാഫറായിരുന്ന ദിലീപ് കുമാർ നയിച്ച ഡാൻസ് സെഷൻ മറ്റൊരാകർഷണമായിരുന്നു. സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ നടത്തിയ സംവാദത്തിന് നെൻസിയും ഹണിയും നേതൃത്വം നൽകി. ഒരുമിച്ചുള്ള ഭക്ഷണത്തോടൊപ്പം ആഘോഷം സമാപിച്ചു. ബി ഫ്രണ്ട്സ് വനിതാ ഫോറം മാർച്ച് 8-ന് സൂറച്ചിൽ വെച്ച് വനിതാ ദിനം ആഘോഷിച്ചു. കോർഡിനേറ്റേഴ്സായ ജൂബി ആലാനിക്കലും സിസി കാര്യപ്പുറവും പങ്കെടുത്ത എല്ലാവർക്കും പൂക്കൾ സമ്മാനിച്ച് സ്വാഗതം ചെയ്തു. സ്ത്രീ ശാക്തീകരണം, വിദ്യാഭ്യാസം, തൊഴിൽ മേഖലകളിലെ സ്ത്രീകളുടെ പങ്ക് എന്നീ വിഷയങ്ങളിൽ നടത്തിയ ചർച്ചകളിൽ എല്ലാവരും പങ്കെടുത്തു. സ്ത്രീകളുടെ ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തിൽ ടെസി കിഴക്കേക്കര ക്ലാസ് നൽകി. ഒത്തൊരുമയോടെയുള്ള ഭക്ഷണത്തോടെ വനിതാ ദിനാഘോഷം സമാപിച്ചു. സ്വിറ്റ്സർലൻഡിലെ കലാസാംസ്കാരിക സംഘടനയായ ഭാരതീയ കലാലയം മാർച്ച് 21-ന് സ്റ്റൈൻ ഹൗസിലെ ഹാളിൽ വെച്ച് കലോത്സവം 26 ആഘോഷപൂർവ്വം നടത്തി. രാവിലെ 8 മണി മുതൽ വിവിധ കലാമത്സരങ്ങൾ നടത്തിയിരുന്നു. വൈകിട്ട് നടത്തിയ സ്വരലയം പ്രോഗ്രാമിൽ ധാരാളം കലാപ്രതിഭകൾ പങ്കെടുത്തു. സംഗീതം, ഡാൻസ്, ഡ്രാമ എന്നീ കലാപരിപാടികൾ പ്രേക്ഷകരുടെ പ്രശംസ നേടി. DJ ഫെൻലിൻ അവതരിപ്പിച്ച DJ പെർഫോമൻസ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു ആകർഷണമായിരുന്നു. കലാലയം ചെയർമാൻ സിജി തോമസ്, സെക്രട്ടറി ലിസ സൗത്തിൽ, ട്രഷറർ പോൾ ജോയി, പ്രോഗ്രാം കോർഡിനേറ്റർ റോഹൻ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് കലോത്സവം 26-ൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. കലാസാംസ്കാരിക സംഘടനയായ ബി ഫ്രണ്ട്സ് ഈ വർഷത്തെ ഓണാഘോഷം സെപ്റ്റംബർ 12-ന് നടത്തുവാൻ തീരുമാനിച്ചുവെന്ന് പ്രസിഡന്റ് ടോമി തൊണ്ടാങ്കുഴി അറിയിച്ചു. എന്നും പുതുമകളോടെ ഓണം വരവേൽക്കാൻ പരിശ്രമിക്കുന്ന ബി ഫ്രണ്ട്സ് ഈ വർഷത്തെ ഓപ്പണിംഗ് ഡാൻസ് പരിശീലന കളരി ഉദ്ഘാടനം ചെയ്തു. നൃത്തരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച സഹോദരിമാരായ അന്ന പുതുമനെയും മേരി പുതുമനെയുമാണ് ഓപ്പണിംഗ് ഡാൻസ് പ്രോഗ്രാം കൊറിയോഗ്രാഫി ചെയ്യുന്നത്. ബി ഫ്രണ്ട്സ് ഹെൽത്ത് ക്ലബ്ബ് ഉദ്ഘാടനവും സ്റ്റെപ്പ് ചലഞ്ചിലെ വിജയികൾക്കുള്ള ആദരവും ഒരേ വേദിയിൽ നടന്നു. മാർച്ച് 22-ന് സൂറച്ചിൽ നടത്തിയ പൊതുയോഗത്തിൽ മലയാളി കമ്മ്യൂണിറ്റിയുടെ 2ാം തലമുറയിലെ പ്രശസ്ത കാർഡിയോളജിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ അജു പഴയങ്കോട്ടിൽ ഹെൽത്ത് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ടോമി തൊണ്ടാങ്കുഴി സ്വാഗത പ്രസംഗം നടത്തി. സ്റ്റെപ്പ് ചലഞ്ചിൽ മികച്ച നേട്ടം കൈവരിച്ചവർക്ക് മെഡൽ നൽകി ആദരിച്ചു. സെക്രട്ടറി രതീഷ് രാമനാഥൻ ഹെൽത്ത് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. 62 പേർ സംഘടന നടത്തിയ 2ാമത് സ്റ്റെപ്പ് ചലഞ്ചിൽ വിജയികളായത് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതിന് കൂടുതൽ പേർക്ക് പ്രോത്സാഹനമായി. വൈസ് പ്രസിഡന്റ് പ്രിൻസ് കാട്ടുകുടിയിൽ നന്ദി പ്രകാശിപ്പിച്ചു. സ്വിറ്റ്സർലൻഡിലെ ആദ്യകാല മലയാളിയായ മേരി ചേറ്റാനി ഏപ്രിൽ 3-ന് അന്തരിച്ചു. ഫ്രൈബുർഗിലെ ബെൽഫാക്സിൽ താമസിച്ചിരുന്ന പരേതനായ പാസ്കൽ ചേറ്റാനിയുടെ ഭാര്യയാണ് പരേത. ഡോക്ടർ രാജേഷ്, സാന്ദ്ര, ഫ്രാൻസ് എന്നിവർ മക്കളാണ്. ജോസഫ് ആർക്കേറ്റ്, ത്രസ്യാമസ് റാംപിക്കൽ, റോസ്ലി നമ്പുശ്ശേരിൽ, ജെയ്സി എബ്രാഹം എന്നിവർ പരേതയുടെ സഹോദരങ്ങളും മേഴ്സി പാറച്ചേരി, ജാൻസി കുര്യൻ മേനച്ചേരി, ടിസാമ ടോമി പാലത്തിങ്കൽ,
എന്നിവർ അടുത്ത ബന്ധുക്കളുമാണ്. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ജന്മനാട്ടിൽ മിനിമം വേതനത്തിനായി സമരം ചെയ്യുന്ന ആതുരസേവകർക്ക് ഹലോ ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പതിറ്റാണ്ടുകളായി ആശുപത്രി മാനേജ്മെൻറ്റുകളാൽ ചൂഷണം ചെയ്യപ്പെടുന്ന മേഖലയാണ് നേഴ്സിംഗ്. ലോൺ എടുത്ത് പഠിപ്പിച്ചു വിടുന്ന മക്കൾക്ക് അർഹമായ ശമ്പളം ലഭിക്കാത്തതുകൊണ്ട് മാതാപിതാക്കൾ ജപ്തി ഭീഷണി നേരിടുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കും ജയിൽ പുള്ളികൾക്കും ലഭിക്കുന്ന കൂലി പോലും നേഴ്സിംഗ് മേഖലയിൽ കിട്ടുന്നില്ല എന്നത് ഖേദകരമാണ്. 2017 ആതുരസേവകർ സമരം നടത്തിയപ്പോഴും ഹലോ ഫ്രണ്ട്സ് ഐക്യദാർഢ്യം നടത്തിയിരുന്നു. നേഴ്സുമാർ നടത്തുന്ന സഹന സമരത്തിന് സ്വിറ്റ്സർലൻഡിലെ ആതുരസേവകരുടെ പിന്തുണ ഉണ്ടാകണമെന്നും ഹലോ ഫ്രണ്ട്സ് ഗവേണിംഗ് ബോഡിക്ക് വേണ്ടി അഡ്മിൻ തുമി കൊണ്ടാങ്കുഴി അഭ്യർത്ഥിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉയർപ്പ് തിരുനാൾ ആശംസകൾ.